മൈസൂർ പരിപ്പാണ്, ചൊരയ്ക്ക, രണ്ടും കൂടെ നമുക്ക് പെട്ടെന്ന് തേങ്ങ അരച്ച് വിഷമിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്കൊരു കറി വയ്ക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. പച്ചമുളക് ഇതിലോട്ടിട്ട്, വെളുത്തുള്ളി ഇട്ട്, അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഉപ്പിടട്ടെ. അപ്പോൾ നമുക്കിത് കടുക് വറുക്കാനുള്ള പരിപ്പ് ഇപ്പോൾ വേവിക്കാനായിട്ട് വെച്ച്, പരിപ്പും ചിരക്കയും കൂടെ വേവിക്കാൻ വെച്ചു. അത് കാണിച്ചു ഞാൻ നിങ്ങളെ. ഇനി ഇത് വെളുത്തുള്ളി, ജീരകം, മുളക് ഇതെല്ലാം കൂടെയാണ് നമ്മൾ കടുക് വറുത്തിടുന്നത്. ലാസ്റ്റ് ഇതിൽ നമ്മൾ മല്ലിയില ഇടും. ഇത് നമ്മുടെ കേരള സ്റ്റൈലല്ല, പക്ഷേ എന്നാൽ പിള്ളേർക്ക് എല്ലാവർക്കും കുഞ്ഞു പിള്ളേർക്ക് വരെ കൊടുക്കാൻ പറ്റിയ കറിയാണിത്. ഒരു ഫിഷിൽ വന്ന് ഉടനെ തന്നെ അതിനടുത്തത് ആവി കളഞ്ഞെടുത്ത്, അതല്ലെങ്കിൽ വെന്ത് പോകും. നമ്മുടെ മൈസൂർ പരിപ്പല്ലേ, കാണാനൊക്കെ നല്ല ഭംഗി. നോക്കിക്കേ. ഇനി നമ്മൾ കടുക് വറുത്തിടും. അപ്പം നമുക്ക് മല്ലിയില ഇപ്പോഴേ ഇട്ട് കൊടുത്തേക്കാം. ഇപ്പം നമുക്ക് കടുക് വറുക്കാൻ വെളിച്ചെണ്ണയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വെളുത്തുള്ളി, ജീരകം. ഞാനൊരു തവി ഇവിടെ വന്നപ്പോൾ കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നേ. നമുക്കിതിലോട്ട് തീ കൂടുതലായ കാരണം കണ്ട ഇത് ഞാൻ പലരും ചോദിക്കും 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് കറി എന്നൊക്കെ. പക്ഷേ 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പരിപ്പ് വേകാനൊന്നും കണ്ട. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ചെറിയ കമൻറ്റും കൂടെ ഇടാനായിട്ട് മറക്കരുത്. ഓക്കെ, കണ്ട നമ്മൾ തേങ്ങ അരച്ച് വിഷം വെച്ച്, തേങ്ങ ചിരണ്ടി വിഷം വെച്ച് അരച്ച്, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ട, പിള്ളേർക്കായിട്ട് ചപ്പാത്തിക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ചോറ്, പച്ചരിച്ചോറ് അല്ലെങ്കിൽ ചാക്കരിച്ചോറ് എന്താണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ഇത് ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബൈ.